കൊച്ചിയിലെ റേഞ്ച് റോവർ അപകടം അത് ഏറെ ചർച്ചയായ വിഷയമാണ്. ആ സംഭവത്തിൽ പോലീസിനെതിരെ മരിച്ച റോഷന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. പോലീസ് അന്വേഷണത്തിൽ സംശയമുണ്ട് എന്നും ബന്ധുക്കളിൽ നിന്ന് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നും റോഷന്റെ ഭാര്യ ഷാലു 24നോട് പറഞ്ഞു. ആഡംബര വാഹനങ്ങൾ ഓടിക്കാൻ റോഷന് പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്നും ഷാലു പറഞ്ഞു. ഇപ്പോൾ ഇന്നത്തേക്ക് ഒരാഴ്ചയാകുന്നു ഹസ്ബൻഡ് മരിച്ചിട്ട്. എന്നിട്ടും ഇതുവരെയും ആ വണ്ടി ഓടിച്ച ആളുടെ ഒരു ഫോട്ടോയോ ഒരു അഡ്രസ്സോ അയാളുടെ ഏജ് പോലും മെൻഷൻ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നറിയില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ സോഷ്യൽ മീഡിയയിലെ ഫോട്ടോസും ഞങ്ങളുടെ എല്ലാത്തിലുള്ള ഫോട്ടോസും പല ഫോട്ടോസും എല്ലാ വീഡിയോസിലും വരുന്നുണ്ട്. എന്തുകൊണ്ട് ഇയാളുടെ ഫോട്ടോ പോലും വരുന്നില്ല? അയാളുടെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചിരിക്കുന്ന ഇതാണ് എനിക്ക് തോന്നുന്നത്. അതെന്തുകൊണ്ട് വരുന്നില്ല? പോലീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഒന്നും അന്വേഷിച്ചിട്ടുമില്ല. എൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല. ഈ ഹോസ്പിറ്റലിന്റെ സമയത്ത് ഇവര് പോയി സ്റ്റേഷനിൽ പോയി എന്നൊക്കെ പറഞ്ഞല്ലാതെ ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല. എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല. റാഫി കരീം കൊച്ചിയിൽ ചെയ്തിട്ട് കൂടുതൽ വിവരങ്ങളുമായി. റാഫി, ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ മരിച്ച റോഷന്റെ കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ്. ഭാര്യയുടെ പ്രതികരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില ആരോപണങ്ങളുണ്ട്. അത് പോലീസിനെതിരെയാണ്. എന്താണ് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ചില പരാതിയുമായി എത്താനുള്ള സാഹചര്യം? എന്താണ് കുടുംബം പറയുന്നത്? തീർച്ചയായും ഈ റോഷന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബത്തിന് ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളാണ് കുടുംബം അല്പസമയം മുൻപ് 24നോട് പ്രതികരിച്ചത്. അതിൽ പ്രധാനപ്പെട്ടത് പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നുള്ള സംശയമാണ് കുടുംബം ആദ്യം തന്നെ പ്രതികരിക്കുന്നത്. കാരണം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും പോലീസ് ഈ കുടുംബത്തെ അറിയിച്ചിട്ടില്ല. റോഷന്റെ മരണം സംഭവിച്ചിട്ട് ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയും ഈ കുടുംബത്തിൽ നിന്ന് മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കാനോ ഒന്നും തന്നെ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ റോഷന്റെ ഭാര്യ 24നോട് പറഞ്ഞത്. ഒപ്പം തന്നെ ഈ റോഷന്റെ കുടുംബത്തിൽ നിന്ന് മാത്രമല്ല ബന്ധുക്കളിൽ നിന്നോ മറ്റാളുകളിൽ നിന്നോ മൊഴിയെടുത്തതോ മറ്റു വിവരങ്ങൾ ശേഖരിച്ചതോ ആയി ഈ കുടുംബത്തിന് അറിയില്ല എന്നുമാണ് ഭാര്യ പ്രതികരിക്കുന്നത്. ഒപ്പം ഈ പ്രതിയുടെ ചിത്രമോ അല്ലെങ്കിൽ പ്രതിയുടെ പേരല്ലാതെ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ എവിടെയും കാണാനില്ല എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. ഈ കുടുംബത്തിന് പോലും പോലീസ് ഇത്തരത്തിലുള്ള ഒരു വിവരവും കൈമാറിയിട്ടില്ല, ഒരു വിവരവും അറിയിച്ചിട്ടില്ല എന്നുകൂടി ഇവർ പറയുന്നു. ഈ പ്രതിയുടെ ചിത്രമോ അല്ലെങ്കിൽ പ്രതിയുടെ മറ്റു വിവരങ്ങളോ മറച്ചു വയ്ക്കുന്നത് ആരെങ്കിലും സംരക്ഷിക്കാനാണോ എന്നുള്ള സംശയവും ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആഡംബര വാഹനങ്ങൾ ഓടിക്കുന്നതിൽ റോഷന് മുൻപരിചയമുണ്ടായിരുന്നു, കൃത്യമായ പരിശീലനം ലഭിച്ചിരുന്നു. നേരത്തെ വോൾവോ എന്ന കമ്പനിയിലായിരുന്നു റോഷൻ ജോലി ചെയ്തിരുന്നത്. അവിടെ ഡ്രൈവർ ജോലിയിലായിരുന്നു റോഷൻ ഉണ്ടായിരുന്നത്. പിന്നീടാണ് റേഞ്ച് റോവറിന്റെ ഷോറൂമിലേക്ക് ജോലിക്കായി റോഷൻ എത്തുന്നത്. അവിടെയും 2 വർഷത്തോളം റോഷൻ ഡ്രൈവർ ജോലിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇത്തരത്തിൽ കോർഡിനേറ്റർ ജോലിയിലേക്ക് റോഷൻ മാറുന്നത്. ഈ കോർഡിനേറ്റർ ജോലിയിലേക്ക് റോഷൻ മാറിയതിനു ശേഷമാണ് രാത്രികാലങ്ങളിൽ ഡീലർമാരിൽ നിന്ന് വാഹനം എത്തുന്നത് കൃത്യമായി യാർഡുകളിലേക്ക് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി റോഷൻ പോയിരുന്നത്. അത്തരത്തിൽ തന്നെയായിരുന്നു ഈ മരണം സംഭവിക്കുന്ന ദിവസവും റോഷൻ പുറപ്പെട്ടത്. രാത്രി 10:30യോടുകൂടിയാണ് റോഷന് ഫോൺ കോൾ വന്നത്. അതിന് തൊട്ട് പിന്നാലെ റോഷൻ ഇതിനു വേണ്ടി പുറപ്പെടുകയായിരുന്നു. യൂണിയൻ തൊഴിലാളികളാണ് റോഷനെ ഈ ഫോൺ കോളിൽ വിളിച്ച് വരാൻ ആവശ്യപ്പെട്ടത്. അതിന് തൊട്ട് പിന്നാലെ റോഷൻ എത്തുകയും ചെയ്തു. 11:30യോടുകൂടി മടങ്ങി വരാമെന്നായിരുന്നു ഭാര്യയോട് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് ഈ റോഷന്റെ സഹപ്രവർത്തകരാണ് ഈ വിവരം ഭാര്യയെ അറിയിക്കുന്നത്. റോഷന്റെ ഈ യാത്രയിൽ ഒപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള ജോലിയിൽ ചില കാര്യങ്ങൾ ഈ ഭാര്യ റോഷനോട് സംസാരിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വിവരമുള്ളത് യൂണിയൻ തൊഴിലാളികളാണ് സ്ഥിരമായി ഇത്തരം വാഹനങ്ങൾ ഇറക്കുന്നതെന്ന വിവരം റോഷൻ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. റോഷന് അടക്കമുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിശീലനം ലഭിച്ച ആളുകളാണ്. എന്നാൽ യൂണിയൻ തൊഴിലാളികളാണ് ഇത്തരം വാഹനങ്ങൾ സ്ഥിരമായി ഇറക്കുന്നത് എന്ന വിവരമാണ് റോഷൻ ഭാര്യയോട് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴാണ് ഇവർക്ക് ഒരു സംശയമുള്ളത്. അതുകൊണ്ടാണ് ഈ പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലുള്ള സംശയവും ഇവർ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല എന്ന തോന്നലാണ് കുടുംബത്തിനുള്ളത്. ഈ തോന്നൽ ഇവർ ഒരു പരാതിയായി ഉന്നയിക്കാനുള്ള ആലോചനയിലാണ് നിലവിൽ കുടുംബമുള്ളത്. റാഫി കരീമാണ് കൊച്ചിയിൽ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും പോലീസ് പ്രതികൾക്കൊപ്പം നിൽക്കുന്നു എന്ന സംശയമാണ് ഇപ്പോൾ മരിച്ച റോഷന്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്.